നമസ്കാരം മാന്യ പ്രേക്ഷകരെ, സ്നേഹ നമസ്കാരം. നോക്കൂ, ഒരു കഴിഞ്ഞ മണിക്കൂറിൽ ഞാൻ കേട്ട ഒരു ശബ്ദരേഖയുണ്ട്. ആ ശബ്ദരേഖ മറ്റാരുടേതുമല്ല, നമ്മളെല്ലാവരും വളരെ ഭയവിഹ്വലതയോടെ കേട്ട ഒരു വാർത്തയായിരുന്നു. പന്തീരങ്കാവ് നടന്ന ഒരു ഗാർഹിക പീഡനം, ഒരു സ്ത്രീ പീഡനം. അതായത് വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പോലും തികയുന്നതിന് മുൻപ്, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു യുവതിയെ വളരെ മാരകമായി, രാഹുൽ എന്ന് പറയുന്ന ആ യുവതിയുടെ ഭർത്താവായിട്ടുള്ള ആള് ഉപദ്രവിച്ചതും, പിന്നീട് അയാൾ രാജ്യം വിട്ടുകൊണ്ട് രക്ഷപ്പെട്ട് മറ്റു രാജ്യത്തേക്ക് കയറിപ്പോയതും, അതിന്റെ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഒരു CIയെ സസ്പെൻഡ് ചെയ്ത്, അത്തരത്തിൽ നമ്മൾ പോലും വിമർശിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പോലീസ് സംവിധാനം വളരെ മോശമായതുകൊണ്ടാണ് ഇത്തരത്തിൽ ആ ഒരു പ്രതി, ക്രൂരനായിട്ടുള്ള ആ പ്രതി നാട് വിട്ടത് എന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്നാൽ ആ കേസിലെ ഇരയായിട്ടുള്ള യുവതി വെളിപ്പെടുത്തിയ ഒരു ഓഡിയോ ഉണ്ട്. ആ ഓഡിയോ ഞാനിവിടെ ആദ്യം പ്ലേ ചെയ്യാം. കാരണം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതുമായി ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. എന്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവത്തിൽ പോലും വന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഞാനിവിടെ എനിക്ക് നിങ്ങളോട് സംവദിക്കണം എന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആദ്യം ഈ ഓഡിയോ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എന്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. പോലീസിന്റെ കുറച്ച് നാളുകളായിട്ട് പോലീസിന്റെ മുന്നിലാണെങ്കിലും മീഡിയാസിന്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറെ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എന്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എന്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. ആവശ്യമില്ലാത്ത കുറെ അലിഗേഷൻസ്, ഫോൾസ് അലിഗേഷൻസ് രാഹുലേട്ടന്റെ തലയിൽ വെച്ചു കൊടുക്കുമായിരുന്നു. എന്റെ തെറ്റാണത്, എന്റെ മാത്രം തെറ്റാ. എന്നോട് ഇങ്ങനെയൊക്കെ പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറയണം എന്ന് പറഞ്ഞു, ഡൗറി പറഞ്ഞിട്ടാണ് മർദ്ദിച്ചതെന്ന് പറയണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ബെൽറ്റ് വെച്ച് അടിച്ചതും, ചാർജറിന്റെ കേബിള് വെച്ച് കഴുത്ത് മുറിക്കെന്ന് പറഞ്ഞതും, അതൊക്കെ വെറും ഫോൾസ് അലിഗേഷൻസ് ആയിരുന്നു. വക്കീല് പറഞ്ഞിട്ടാണ് ആക്ച്വലി ആ ഒരു 150 പവൻ സ്വർണം ചോദിച്ചെന്നും കാറ് ചോദിച്ചെന്നും അങ്ങനെയുള്ള അലിഗേഷൻസ്, അത് കേസിന് ബലം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്നെ തല്ലിയെന്നുള്ളത് ശരിയാണ്. അന്ന് ഞങ്ങള് തമ്മിൽ ചെറിയൊരു തർക്കം ഉണ്ടായി. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പേരിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കത്തിന്റെ പേരിലാണ് എന്നെ തല്ലിയത്. 2 പ്രാവശ്യം തല്ലി. അപ്പൊ തല്ലിയപ്പോ ഞാൻ കരഞ്ഞിട്ട് ബാത്റൂമിൽ പോയി. ഇപ്പൊ ബാത്റൂമിൽ വീണു. അങ്ങനെയാണ് എന്റെ നെറ്റിയിൽ മുഴ വരുന്നത്. അങ്ങനെ എന്നെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കല്യാണത്തിന് മുന്നേ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രാഹുലേട്ടൻ എന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓൾറെഡി ഒരു വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുള്ള കാര്യം. അതെന്നോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞായിരുന്നു. അത് ചെറിയൊരു ഫോട്ടോഗ്രാഫിയുടെ ഇഷ്യൂസിന്റെ പേരിലാണ് അത് മുടങ്ങിപ്പോയെന്നും പറഞ്ഞു. അപ്പൊ അതിന്റെ ഡിവോഴ്സും കാര്യങ്ങളും ഇൻ ബിറ്റ്വീൻ പ്രൊസീഡ് ആവുന്നുണ്ട്. അപ്പൊ കല്യാണത്തിന് മുന്നേ, മെയ് 5-ാം തീയതിക്ക് മുന്നേ അത് കിട്ടും എന്നോട് പറഞ്ഞു, ഡിവോഴ്സ് കിട്ടും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ഹോപ്പിലാണ് നമ്മളത് പ്രൊസീഡ് ആയത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ നമുക്ക് കിട്ടിയില്ല, ഡിവോഴ്സ് നമുക്ക് കിട്ടിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, നമുക്ക് പ്രൊസീഡ് ചെയ്യണ്ടാടാ, ഇത് കിട്ടിയില്ലല്ലോ, പ്രൊസീഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞാനാണ് രാഹുലേട്ടനെ നിർബന്ധിച്ചത്. അത് കുഴപ്പമില്ല, നമുക്ക് പ്രൊസീഡ്. നോക്കൂ, ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ച രാഹുൽ ഒരു വിവാഹം, അത് ഡിവേഴ്സ് കിട്ടുന്നതിന് മുൻപാണ് ഈ കുട്ടിയുമായി ബന്ധം വന്നത് എന്നുള്ളത് പോലും ഈ കുട്ടി വെളിപ്പെടുത്തുന്നുണ്ട്. ഈ കുട്ടി ഇവിടെ ആരെയൊക്കെയാണ് കളിയാക്കിയിരിക്കുന്നത് അറിയാമോ? നമ്മുടെ വലിയ നീതിന്യായ വ്യവസ്ഥയാണ്. മാത്രമല്ല നമ്മുടെ ഇവിടുത്തെ നിയമങ്ങളെയൊക്കെയാണ് വെല്ലുവിളിച്ചത്. മാത്രമല്ല ഈ കുട്ടിയുടെ രക്ഷിതാക്കളുണ്ടല്ലോ, ഈ രക്ഷിതാക്കളുടെ നിർബന്ധപ്രകാരമാണ് ഇന്ന് ഈ കുട്ടി ഇത്തരത്തിൽ ഇങ്ങനെയാണ് എന്നെ കൊണ്ടെല്ലാം മൊഴിയും കള്ളമൊഴിയും പച്ച നുണകൾ പറയിപ്പിച്ചത്, എന്റെ രക്ഷിതാക്കൾ
രക്ഷിതാക്കളാണ്, എന്റെ വക്കീലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുലേട്ടൻ എന്ന് പറയുന്ന അവരെ വിവാഹം ചെയ്ത അയാൾക്ക് വേണ്ടി ഇന്ന് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ നോക്കൂ, ഇപ്പൊ ബലിയാടാക്കപ്പെട്ട ഒരു CI ഉണ്ട്, സസ്പെൻഡ് ചെയ്യപ്പെട്ട ഒരു CI ഉണ്ട്. ഇനി അയാൾക്ക് ആര് നീതി വാങ്ങി കൊടുക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരത്തിൽ ഈ പെൺകുട്ടി അച്ഛനമ്മമാരെ പറ്റിച്ചു, അതല്ലെങ്കിൽ പച്ചനുണ പറഞ്ഞ് വഞ്ചിച്ചു. ഈ കുട്ടി ആരോടോ ചാറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് വിവാഹശേഷം ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയെ ഭർത്താവായിട്ടുള്ള രാഹുലും തമ്മിൽ സംസാര വിഷയമാവുന്നു. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ വഴക്ക് വന്നതിന്റെ ഇടയിലാണ് ഇവരുടെ ചെറിയൊരു അടി കൊടുക്കുന്നു ഈ രാഹുൽ എന്ന് ഇവർ തന്നെ പറയുന്നുണ്ട്. ആ വിഷമത്തിൽ ഇവർ ബാത്റൂമിൽ പോയ സമയത്ത് ബാത്റൂമിൽ തെന്നി വീഴുന്നു. അങ്ങനെ ആ തെന്നി വീണ കഥകളൊക്കെ പിന്നെ ഈ രാഹുൽ വളരെ മാരകമായി ഇവരെ ഉപദ്രവിച്ചതിന്റെ പേരും, അത് സ്ത്രീധനത്തിന്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസ് വഴിതിരിച്ചു വിട്ടു. ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന നിയമം എന്തെന്നറിയാമോ? ഈ സ്ത്രീ പീഡന നിയമം, അതല്ലെങ്കിൽ പോക്സോ നിയമം. പോക്സോ വകുപ്പും സ്ത്രീ പീഡന വകുപ്പുകളുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. സത്യത്തിൽ ഞാൻ അതിന്റെ വലിയൊരു ഇര കൂടിയാണ് എന്നുള്ളതാണ് എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയാനുള്ളത്. ഞാൻ ഈ BJP എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക്, അതല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം എന്ന് പറയുന്ന ആ ഒരു ആശയത്തിലേക്ക് വരുന്നത് 2014 ശേഷമാണ്. എന്റെ അച്ഛന്റെ മരണശേഷമായിരുന്നു. കാരണം ഞാൻ കൃത്യമായിട്ടും ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയിൽ നിന്നാണ് ഞാൻ കടന്നു വന്നത്. അപ്പോൾ അച്ഛൻ എന്റെ ഇവിടെ പ്രാദേശിക കമ്മ്യൂണിസ്റ്റ് നേതാവായതുകൊണ്ട് തന്നെ അച്ഛനെ ധിക്കരിച്ച് എനിക്ക് പബ്ലിക്കിലേക്ക് എന്റെ ആശയങ്ങളുമായി വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആർട്ട് ഓഫ് ലിവിങ് എന്ന് പറയുന്ന ശ്രീ രവിശങ്കർ, ഞങ്ങളൊക്കെ വിളിക്കുന്ന ഗുരുജി, അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിലായിരുന്നു അന്ന് ഞാനൊരു സേവകൻ, വോളണ്ടിയറായി വർക്ക് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് അച്ഛന്റെ മരണശേഷം ഞാൻ കൃത്യമായിട്ടും പച്ചയ്ക്ക് എന്റെ ഉള്ളിലുള്ള ആശയങ്ങളുമായി ഞാൻ രംഗത്ത് വരുന്നതും പിന്നീട് ചാനൽ മേഖലയിലേക്ക് വരുന്നതും. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് വന്നിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല. കാരണം 2014 എനിക്കെതിരെ ആദ്യം കൊടുക്കുന്ന പരാതി ഇവിടത്തെ പ്രാദേശികമായിട്ടുള്ള DYFIയുടെ നേതാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ അയാളുടെ ഭാര്യ, ഞാൻ ആ കുട്ടിയെ കണ്ടിട്ട് പോലുമില്ല, ആ ഭാര്യ അയാളുടെ ഭാര്യയെ വെച്ചുകൊണ്ട് അവരെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇവിടെ ദുരുപയോഗം ചെയ്യപ്പെടുന്ന 2 വകുപ്പുകളാണ്. ഒന്ന് സ്ത്രീ പീഡന വകുപ്പും ഒന്ന് ഈ പോക്സോ വകുപ്പും. അത്തരത്തിൽ ഇവർ കൊടുത്ത വ്യാജ പരാതി, ഈ പരാതിയുടെയൊക്കെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തെളിവോ സാക്ഷിമൊഴികളോ ഒന്നും വേണ്ട. ഈ സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ, അതല്ലെങ്കിൽ സ്ത്രീകളുടെ മൊഴി മാത്രം മതി എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമുക്ക് കോടതി ത്രൂ നമുക്ക് ഫൈറ്റ് ചെയ്തുകൊണ്ട് പോരാടിക്കൊണ്ട് തന്നെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളിൽ നമുക്ക് നമ്മുടെ ഭാഗത്താണ് സത്യം, ധർമ്മം, അത് നമുക്ക് തെളിയിക്കാൻ പറ്റും. അത്തരത്തിൽ ഞാൻ 4 ദിവസമാണ് എന്നെ ഈ കള്ളക്കേസിൽ കുരുക്കിയത്. രാഷ്ട്രീയത്തിന്റെയും ആശയത്തിന്റെയും വ്യത്യസ്തത കൊണ്ട് ഞാൻ കുരുങ്ങി ജയിലിൽ കിടന്നത് 4 ദിവസമാണ്, റിമാൻഡിൽ കിടന്നത്. പിന്നീട് 10 വർഷത്തോളം നിയമ പോരാട്ടം നടത്തി ഈ 2024 ഫെബ്രുവരിയിലാണ് ഞാൻ ഇതിൽ അനുകൂലമായിട്ടുള്ള വിധി സമ്പാദിച്ചത്. അതും ഏറ്റവും താഴേക്കിടയിലുള്ള ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നിൽ നിന്ന് തന്നെ നിരുപാധികം വെറുതെ വിട്ടിരിക്കുന്നു. ഇത് വ്യാജ പരാതിയാണ് എന്ന് തെളിഞ്ഞതിന്റെ പേരിൽ എന്നെ വെറുതെ വിട്ടു. മാത്രമല്ല ഇപ്പോ ഈ അടുത്ത നാളിൽ എനിക്കെതിരെ ഇതേപോലെ ഒരു പരാതി വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്നറിയാമോ? സുരേഷ് ഗോപിക്കെതിരെ തിരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ ക്രൈം എന്ന് പറയുന്ന ചാനലിൽ ഒരു വീഡിയോ വന്നത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അതിന്റെ ടൈറ്റിൽ കൊടുത്തത് ഇങ്ങനെയാണ്: സുരേഷ് ഗോപി ഇന്ന വളരെ മോശമായിട്ടുള്ള ഒരു വ്യക്തിയാണ്, RSS കാരിയുടെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വീഡിയോ വന്നത്. പിന്നീട് ക്രൈമിന്റെ ആ ഉടമസ്ഥതയിലുള്ള ആളുകൾ അത് ഡിലീറ്റ് ചെയ്തു. ആ ഡിലീറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഈ ക്രൈമിന്റെ ഉടമയുമായി ഞാൻ സംസാരിച്ചിരുന്നു. അയാളോട് കൃത്യമായി പറഞ്ഞു, ഇത് വ്യാജ ആരോപണമാണ് സുരേഷ് ഗോപിക്കെതിരെ. സുരേഷ് ഗോപിക്ക് ലോകത്തുള്ള എല്ലാവർക്കും സമ്പത്ത് നൽകി സഹായിക്കലല്ല ജോലി, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തരത്തിൽ ഇലക്ഷന്റെ തലേന്ന് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾ ചെയ്യരുത്, ഇത് മാരകമായിട്ട് അദ്ദേഹത്തിന്റെ ഇലക്ഷനെ ബാധിക്കുന്നതാണ്, ഇതൊരിക്കലും ചെയ്യരുത്, പ്രത്യേകിച്ച് ഒരു സ്ത്രീയുടെ വെളിപ്പെടുത്തൽ എന്ന രീതിയിൽ, അതും RSS കാരിയുടെ വെളിപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ കൊടുക്കരുത് എന്ന് പറഞ്ഞ സമയത്ത് അയാൾ ധിക്കാര മനോഭാവം സ്വീകരിക്കുന്നു. ഇലക്ഷന്റെ ഉച്ച 2 മണിക്ക് ശേഷമാണ് അയാൾ, അതായത് ആ വീഡിയോയുടെ പ്രയോജനം മൊത്തം അയാൾക്ക് കിട്ടി. അതിന്റെ റവന്യൂ ആയാലും സുരേഷ് ഗോപിക്കെതിരെയുള്ള അയാളുടെ എന്താണോ അയാൾ ഉദ്ദേശിച്ചത് അത് അയാൾക്ക് കിട്ടിയതിനു ശേഷം അയാൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നതും. ഇതുമായി ബന്ധപ്പെട്ട് ഈ വ്യക്തിക്ക്, അതായത് ഈ ചാനലിൽ ഈ വീഡിയോ പബ്ലിഷ് ചെയ്ത സമയത്ത് ആ പെൺകുട്ടി ഉണ്ടല്ലോ, ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ആ സ്ത്രീക്ക് എന്നോട് വ്യക്തിപരമായിട്ട് പക തോന്നുന്നു. മാത്രമല്ല ഈ ചാനലിന്റെ ഉടമയുമായി ഞങ്ങൾ തമ്മിൽ ഒരു ക്ലാഷ് വരുന്നു ഈ സുരേഷ് ഗോപി വിഷയത്തിൽ തന്നെ. അത്തരത്തിൽ ഈ വ്യക്തിക്കെതിരെ അതല്ലെങ്കിൽ ഒരു പരമ്പര 1, 2, 3, 4 വീഡിയോസ് ഞാൻ പബ്ലിഷ് ചെയ്യുന്നു. അതിൽ വ്യക്തികളെയോ സ്ഥാപനങ്ങളെയോ ആരുടെയും പേര് നമ്മൾ പരാമർശിക്കുന്നില്ല. അത്തരത്തിൽ പബ്ലിഷ് ചെയ്തതോടുകൂടി ഇയാൾ കൃത്യമായിട്ടും ഇയാൾക്ക് എന്നോട് പക മൂക്കുന്നു. ഇയാൾ അവസാനം എന്താ ചെയ്യുന്നത്? ഞാൻ കരുതിയത് ഇയാൾ ഒരു മാന്യനാണ്, ഇയാൾ ആണാണ് എന്ന് ഞാൻ ധരിച്ചിരുന്നു. പക്ഷെ ആണും പെണ്ണും കെട്ട ഒരു വർഗത്തിൽപ്പെട്ടതാണ് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. കാരണം ഇയാളുടെ
സ്ഥിരം പരിപാടി സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പരാതികൾ നൽകുക, അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യിപ്പിക്കുക. പിന്നീട് അത് വെറുതെ വിട്ടോ ഇല്ലേ എന്നുള്ളത് അയാളെ ബാധിക്കുന്നില്ല. കാരണം റിമാൻഡ് ചെയ്യപ്പെടുന്നതോടുകൂടി ഇയാൾ അത് വാർത്ത പരമാവധി എല്ലാ മഞ്ഞപത്രങ്ങളിലും ഇയാളുടെ മഞ്ഞ ചാനലിലൊക്കെ കൊടുക്കും. അതിലൂടെ അയാൾക്ക് ഒരു രതി, അതല്ലെങ്കിൽ എന്താണ് പറയാ, അയാൾക്കൊരു സുഖം, ഒരു മനസ്സുഖം. 63 വയസ്സായ ഒരു കിളവനാണ് എന്ന് ആലോചിക്കണം. നമ്മൾക്കറിയാം വീണ ജോർജ് എന്ന് പറയുന്ന ആരോഗ്യമന്ത്രിക്കെതിരെ നടത്തിയിട്ടുള്ള ഇയാളുടെ ആ ഒരു വ്യാജ വീഡിയോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 34 ദിവസം ഇയാൾ ജയിലിലായിരുന്നു. അന്ന് ഇയാളെയൊക്കെ അനുകൂലിച്ചൊരു വ്യക്തി കൂടിയായിരുന്നു ഞാൻ, ശക്തമായിട്ട് അനുകൂലിച്ച വ്യക്തി കൂടിയായിരുന്നു. എന്തായാലും ഇയാളുടെ മേൽനോട്ടത്തിൽ സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്ത പടയ്ക്കുന്നു. പിന്നീട് അയാൾ അത് ഡിലീറ്റ് ചെയ്യുന്നു. ഈ വ്യാജ വാർത്തയ്ക്കെതിരെ ഞാൻ ശബ്ദിച്ചത് കൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യപ്പെടുന്നു ഇയാൾ പിറ്റേന്ന്. ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തതോടുകൂടി ആ സ്ത്രീക്ക് എന്നോട് പകമൂക്കുന്നു. അതോടൊപ്പം ഞാൻ ഈ ചാനൽ ഉടമയുമായിട്ടുണ്ട് ആ ക്ലാഷ് ഉണ്ടല്ലോ, അത് മുതലെടുത്ത് ഈ ചാനൽ മുതലാളി എന്ത് ചെയ്യുന്നു, ഈ സ്ത്രീയെ വെച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി കൊടുക്കുന്നു. അതും തന്നെ പീഡന വകുപ്പ് ചേർത്തുകൊണ്ടാണ്, ബലാത്സംഗ വകുപ്പൊക്കെ ചേർത്തുകൊണ്ടാണ്. ഞാൻ ശരിക്കും കൃത്യമായിട്ട് ചിരി വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സമൂഹത്തിൽ ഒരുപാട് സ്ത്രീകളുമായി, സഹോദരിമാരുമായി, മക്കളുടെ പ്രായമുള്ള കുഞ്ഞുങ്ങൾ പോലെ എല്ലാവരുമായിട്ട് ഇടപെടുന്ന ഒരാളാണ്. ഇതുവരെയുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ, അതല്ലെങ്കിൽ അവരുടെ അനുഭവത്തിൽ ഇതേവരെ എനിക്കെതിരെ ഒരു ലാഞ്ചന പോലും, അത്തരത്തിൽ പരാമർശം പോലും ആരും നടത്തില്ല എന്നിരിക്കെ അത്തരത്തിലുള്ള ഒരു പരാതി. അതുകൊണ്ട് തന്നെയാണ് ഈ പെൺകുട്ടിയുടെ ഈ ഓഡിയോ, ഈ വെളിപ്പെടുത്തൽ ഓഡിയോ പുറത്തു വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. മാത്രമല്ല ഇപ്പോ ഇനി 4 തവണയാണ് രാഷ്ട്രീയ ആശയ വ്യത്യാസത്തിന്റെ പേരിൽ എന്നെ വ്യാജ പരാതിയിൽപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ജയിലിൽ അടയ്ക്കുന്നത്, റിമാൻഡ് ചെയ്യുന്നത്. അതിൽ ഒന്ന് നിങ്ങൾക്കറിയാം, ഗണപതി വിഷയത്തിൽ ഗണപതിയെ ഒരു ഹോട്ടലിൽ പച്ചയ്ക്ക് പ്രദർശിപ്പിച്ചു വെച്ചുകൊണ്ട് വളരെ വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ പ്രദർശിപ്പിച്ച് ഒരു മുസ്ലിം നാമധാരി നടത്തുന്ന ഹോട്ടലിൽ പ്രദർശിപ്പിക്കുന്നു. അതിനെതിരെ ചോദ്യം ചെയ്തപ്പോൾ അതിന് രാജ്യത്തുള്ള എല്ലാ വകുപ്പും A to Z വരെയുള്ള ഉപവകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ട് എന്നെ 16 ദിവസമാണ് ജയിലിൽ അടച്ചത്. രാഷ്ട്രീയ ആശയ വ്യത്യാസത്തിന്റെ പേരിൽ CPM-കാർ നടത്തിയ കൊടും ചതിയുടെ പേരിൽ 4 ദിവസമാണ് ഞാൻ റിമാൻഡിൽ കടന്നത്. SDP പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികൾക്കെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ 5 ദിവസമാണ് ഞാൻ റിമാൻഡിൽ കടന്നിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ ഇപ്പോ ഈ പറയുന്ന വ്യാജ വാർത്ത നൽകിയ, സുരേഷ് ഗോപിക്കെതിരെ വ്യാജ വാർത്ത നൽകിയതിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ട് 2 ദിവസം റിമാൻഡ് കിട്ടി. ഏറ്റവും അവസാനം എത്രയൊക്കെ റിമാൻഡുകൾ കിട്ടിയാലും, കേസുകൾ കിട്ടിയാലും നമ്മൾ ഒരിക്കലും നമ്മുടെ ആ പാതയിൽ നിന്ന് വ്യതിചലിക്കില്ല എന്നുള്ളത് ഈ നക്കിണികൾക്ക്, ഈ നാലാംകിട, അതല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് പോലും സ്വത്വം തിരിച്ചറിയാത്ത ഈ വൃത്തിഹീനമായിട്ടുള്ള ജന്തുക്കൾക്ക് അറിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊക്കെ അവരുടെ മാർഗം, അതൊക്കെ പോട്ടെ. എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോൾ, ഈ ഒരു ഓഡിയോ കേട്ടപ്പോൾ എനിക്ക് വലിയ വിഷമം വന്നു. കാരണം ഒരു തവണ ഞാൻ റിമാൻഡിൽ കഴിയുന്ന സമയത്ത് അവിടെ ഒരു കുഞ്ഞു ചെറുക്കനുണ്ടായിരുന്നു, 21-20 വയസ്സുള്ള ഒരു പയ്യൻ. ആ എന്റെ കേസ് എന്തെന്നറിയാമോ? ആ കുട്ടിയുടെ നേരെ അനിയത്തി കൊടുത്ത പോക്സോ പരാതി പ്രകാരമാണ് ആ കുട്ടി റിമാൻഡിൽ കിടക്കുന്നത്. അതും ഏകദേശം 10-70 ദിവസമായി ആ കുട്ടിക്ക് ജാമ്യം കിട്ടാതെ കിടക്കുക. അപ്പൊ ഞാൻ ഈ കുട്ടിയോട് ചോദിച്ച, മോനെ, ചെറിയ പയ്യനാണല്ലോ, എന്താ മോനെ സംഭവിച്ചത് എന്ന് ചോദിച്ചു. ആ കുട്ടി അപ്പൊ പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? അവന്റെ അനിയത്തിക്ക് ഏതോ ഒരാളുമായി അടുപ്പം, അത് പ്രായപൂർത്തി ആയിട്ടില്ല എന്ന് ഓർക്കണം. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് മറ്റ് കുറച്ച് ആളുകളുമായിട്ട് ഒരു മോശമായിട്ടുള്ള ബന്ധം, അത് ചോദ്യം ചെയ്ത് സ്വന്തം ജ്യേഷ്ഠൻ ഈ കുട്ടിയെ ചോദ്യം ചെയ്തതിന്റെ പക മൂത്തിട്ട് ഈ അനിയത്തി ചെയ്തത് എന്തെന്നറിയാമോ? ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ വിളിച്ചുകൊണ്ട് ഇന്ന രീതിയിൽ എന്റെ ജ്യേഷ്ഠൻ എന്നെ ഉപദ്രവിച്ചു എന്ന് ഒരു വ്യാജ പരാതി കൊടുക്കുന്നു. അതോടുകൂടി ഈ ചെറുക്കൻ, ഈ ജ്യേഷ്ഠനായിട്ടുള്ള കുട്ടി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, റിമാൻഡിലാവുന്നു. ഇങ്ങനെ റിമാൻഡിലൊക്കെ ആവപ്പെടുന്ന ആളുകളുടെ അവസ്ഥ എന്തെന്നറിയാമോ? പിന്നീട് അവർ ജാമ്യം കിട്ടി പുറത്തിറങ്ങി കഴിഞ്ഞാലും അവർ ഭാവിയിലെ ഒരു കൊടും കുറ്റവാളിയാവും എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റും. പ്രത്യേകിച്ച് പോക്സോ വകുപ്പ് പ്രകാരമൊക്കെ നമ്മളെപ്പോലുള്ള ധീരരായിട്ടുള്ള, അതല്ലെങ്കിൽ മനസ്സിന് അത്ര കണ്ട് ശക്തിയുള്ള ആളുകളെ ഒന്നും ഇതൊന്നും ബാധിക്കില്ല. നമ്മൾക്കെതിരെ എത്ര വ്യാജ പരാതി വന്നാലും നമ്മളൊക്കെ അതിന് കൃത്യമായിട്ട് നിയമത്തിന്റെ വഴിയിലൂടെ പോരാടിക്കൊണ്ട് തന്നെ വിജയിക്കും എന്നുള്ളത് സത്യം, ധർമ്മം നമ്മളുടെ അടുത്തുള്ളത് കൊണ്ട് നമ്മൾക്ക് 100% ഉറപ്പാണ്. താൽക്കാലികമായിട്ട് നമ്മൾക്ക് ഒരു ചെറിയ റെസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ ഈ റിമാൻഡുകളെ കാണാറുള്ളൂ. കാരണം നമ്മൾ ഒരിക്കലും ഈ മേഖലയിൽ നിന്ന് വിട്ടു നിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ജയിലും ജയിൽവാസവും റിമാൻഡിലും കള്ളക്കേസുകളും ഒക്കെ ഇതിന്റെ ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതൊക്കെ സഹിക്കാൻ തയ്യാറായത് കൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ഇതുപോലെയുള്ള 20-21 വയസ്സുള്ള കുട്ടികളെയൊക്കെ പേരിൽ വ്യാജ പോക്സോ പരാതികൾ, പീഡന പരാതികളൊക്കെ നൽകുക എന്ന് പറയുമ്പോൾ ആ കുട്ടികളുടെ പിന്നീടുള്ള ഭാവി എന്തെന്ന് ചിന്തിക്കുന്നിടത്താണ് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ കൂടി നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഈ പെൺകുട്ടി നടത്തിയ നാടകത്തിലൂടെ ഈ നാടായ ഒന്നടങ്കം നാടായ
മൊത്തം ആളുകൾ പച്ചയ്ക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. പോലീസ് സംവിധാനത്തിലെ CA ആയിട്ടുള്ള ഒരു സരീൻ എന്ന് പറയുന്ന ഒരു CA, അയാളെ ഇവിടുന്ന് സസ്പെൻഡ് ചെയ്തു. മാത്രമല്ല പോലീസ് സംവിധാനത്തിന് പൂർണ്ണമായിട്ടും നാണക്കേടുണ്ടാക്കിയിരുന്നു ഈ കേസ്. പക്ഷെ ഈ പെൺകുട്ടിയും ഈ പെൺകുട്ടിയുടെ കുടുംബവും ഈ പെൺകുട്ടിയുടെ വക്കീലും ചേർന്നുകൊണ്ട് ആസൂത്രണം നടത്തിക്കൊണ്ടായിരുന്നു വ്യാജ കഥ ചമച്ചത് എന്ന് ഈ പെൺകുട്ടി തന്നെ വെളിപ്പെടുത്തുമ്പോൾ എന്താണ് ഈ നാട്ടിൽ നടക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഇവിടെ എനിക്കിത് പങ്കുവെക്കേണ്ടി വന്നു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി എനിക്ക് കൂടി അനുഭവമുള്ളതാണ്. വ്യാജ പരാതികൾ, അതും പീഡന കേസുകളും പോക്സോ പരാതികളും കൊടുത്തുകൊണ്ട് ഏതൊരു ശത്രുവാണോ തന്റെ പക്ഷത്ത്, ശത്രുവിന്റെ പക്ഷത്ത് രാഷ്ട്രീയ ശത്രുവാവാം, അതല്ലെങ്കിൽ മതത്തിന്റെയും ജാതിയുടെയും ആശയത്തിന്റെയും വ്യത്യാസത്തിലുള്ള ശത്രുവാവാം, അവരെ അടിച്ചമർത്താൻ വേണ്ടി ഇവിടെ ഭരിക്കുന്നവരുടെ ആ ഒരു സ്വാധീനം, പോലീസ് സിസ്റ്റത്തിന്റെ സ്വാധീനം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ പരാതി കൊടുക്കുക, ഇതിന് തെളിവ് വേണ്ട, ഈ പെൺകുട്ടിയുടെ മൊഴി മാത്രം മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന ഈ വകുപ്പുകളിൽ നമ്മുടെ ഭരണഘടന അതല്ലെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ അനുശാസിക്കുന്ന വകുപ്പുകൾ എത്രത്തോളം ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ അടുത്ത നാളിൽ മറ്റൊരു വാർത്ത വന്നിരുന്നു, ഇതിനോടൊപ്പം കൂട്ടി പറയേണ്ടതുണ്ട്. എന്താ അറിയാമോ? ഏതോ ഒരു കോടതി ഉത്തരവിട്ടതാണ്. ആ കോടതി ഏതെന്ന് ഞാൻ മറന്നുപോയി. ഒരു മാസങ്ങൾക്ക് മുൻപ് വന്നിട്ടുള്ള വിധിയാണ്. അതിൽ കൃത്യമായിട്ടും വ്യാജ പരാതിയിൽ എത്രയോ വർഷം ഒരാളെ ജയിലിൽ അടയ്ക്കുന്നു, പിന്നീട് അത് വ്യാജ പരാതി, വ്യാജ പീഡന പരാതിയാണെന്ന് തെളിയുന്നു. അതോടുകൂടി ജഡ്ജി ഈ പയ്യൻ, ഈ ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കിടന്ന പയ്യൻ എത്ര ദിവസമാണോ ജയിലിൽ കിടന്നത് അത്രയും ദിവസം ഈ പെൺകുട്ടിയും ജയിലിൽ കിടക്കണമെന്ന വളരെ അത്ഭുതകരമായിട്ടുള്ള വിധി പ്രസ്താവിക്കുന്നു. അത്തരത്തിലുള്ള സിസ്റ്റം, അത്തരത്തിലുള്ള നിയമം കൂടി ഇവിടെ വരേണ്ടതുണ്ട്. കാരണം സ്ത്രീകളുടെ നവോത്ഥാനം, സുരക്ഷ, ഇതൊക്കെ പ്രാധാന്യമുള്ളത് തന്നെയാണ്. പക്ഷെ ഇത്തരത്തിൽ വ്യാജ പരാതികൾ നൽകിക്കൊണ്ട് ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെതിരെ ഇവിടുത്തെ ആളുകൾക്ക്, ഇവിടുത്തെ ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കേണ്ടതും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ തന്നെയാണ്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരപരാധികൾക്കെതിരെ ലോകം ഒന്നടങ്കം തിരിയും. എന്നിട്ടോ തിരിഞ്ഞതിന് ശേഷം അയാൾ നിരപരാധിയാണ് എന്ന് പിന്നീട് സ്ഥാപിക്കപ്പെട്ടിട്ടോ പിന്നീട് ചാനലുകളിൽ വാർത്ത വന്നിട്ടോ കാര്യമില്ല. കാരണം അപ്പോഴേക്കും അയാൾ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് കൂടി ഇവിടെ ഷെയർ ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ നിങ്ങൾക്ക് മുൻപിലേക്ക് വെക്കുകയാണ്. ഇനി ഒരാൾക്കും, ഒരു നിരപരാധിക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യാജ പരാതികൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കൃത്യമായിട്ടും ഇത്തരത്തിൽ വ്യാജ പരാതികൾ കൊടുക്കുന്നവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നിയമനിർമ്മാണം, അതിശക്തമായിട്ടുള്ള നടപടികൾ ഇവിടെ എടുക്കേണ്ടതുണ്ട് എന്നത് കൂടി ഇവിടെ സൂചിപ്പിക്കാതിരിക്കാനാവില്ല. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.